സാധാരണ മനുഷ്യരിൽ ശാരീരിക വൈകല്യം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനമായൊരു കാരണമാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്. ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ കൂടെ 2 ഡോക്ടേഴ്സാണുള്ളത്. ആദ്യമായി കൊച്ചി കുമാർ സെൻറ്റർ ഫോർ ന്യൂറോ കെയറിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി ശശികുമാറാണ് ഒപ്പമുള്ളത്. സ്വാഗതം ഡോക്ടർ. പക്ഷാഘാതത്തെക്കുറിച്ചും അതിൻ്റെ പുനരധിവാസത്തെക്കുറിച്ചും ഒന്ന് സംസാരിക്കാമോ ഡോക്ടർ? പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ തലച്ചോറിലേക്കുള്ള ഒരു രക്തയോട്ടം കുറച്ച് നേരത്തേക്ക് നിലച്ചു പോകുമ്പോഴാണ് നമുക്ക് സ്ട്രോക്ക് വരുന്നത്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലച്ചു പോകുമ്പോൾ ആ രക്തയോട്ടം നിലച്ചു പോയ സ്ഥലത്തുള്ള കോശങ്ങളെല്ലാം മരണപ്പെടും. അതിന് ചുറ്റിനുമുള്ള ചില കോശങ്ങൾ അവിടെ ഫ്രീസായി നിൽക്കും, അഥവാ ഉറങ്ങിപ്പോവും. അതിനെ പറയുന്നത് ഇസ്കീമിക് അംബ്ര, ഇസ്കീമിക് പെനംബ്ര. അപ്പോൾ ഈ ഏരിയയിലുള്ള രക്തയോട്ടം നിലച്ചു പോകുമ്പോൾ ആ മസ്തിഷ്കത്തിലെ ഓരോ സ്ഥലത്തും ഉള്ള സപ്ലൈ ഓരോ അവയവങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ അഥവാ പറയുകയാണെങ്കിൽ റൈറ്റ് ബ്രെയിൻ ഉണ്ട്, ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ട്. റൈറ്റ് ബ്രെയിനിലെ എല്ലാ കോശങ്ങളും ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ ബോഡിയുടെ അവയവങ്ങളെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ബ്രെയിനിലെ ഒരു ചെറിയ ഏരിയയിലേക്കുള്ള രക്തയോട്ടം കംപ്ലീറ്റ് ആയിട്ട് നിലച്ചു പോയാൽ അവിടെ ഉള്ള കോശങ്ങൾ ഡെത്താവുകയും അതിനെ തുടർന്ന് റൈറ്റ് സൈഡിലുള്ള നമ്മളുടെ കൈയും കാലിൻ്റെയും ചലനശേഷിയും ചിലപ്പോൾ നമ്മളുടെ താടി എല്ലിൻ്റെയും നമ്മളുടെ വായിൻ്റെ മസിൽസിൻ്റെയും ഒക്കെ ശേഷി കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിനിൻ്റെ മുൻവശത്തും അല്ലെങ്കിൽ പിൻഭാഗത്തും അല്ലെങ്കിൽ ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്ന മെഡുല്ല എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലും സ്ട്രോക്ക് വരാം. സാധാരണ സ്ഥിതിയിൽ ഏതെങ്കിലും ഒരു വശത്തെ ഒരു സമയത്ത് സ്ട്രോക്ക് വരാറുള്ളൂ. അപ്പോൾ അതിനെ തുടർന്ന് ആ വ്യക്തിയുടെ ഒന്നില്ലെങ്കിൽ എതിർവശത്തെ കൈയിന് കാലിന് ചലനമൊക്കെ ആയിരിക്കും അഫക്റ്റായി പോകുന്നത്. ഇപ്പോൾ ഒരു സ്ട്രോക്കിൻ്റെ എന്താണ് ലക്ഷണങ്ങൾ, എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു വ്യക്തിക്ക് സ്ട്രോക്ക് വന്നു എന്ന് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് തന്നെ ആൾക്ക് ഒരു വശത്തെ ബലക്കുറവ്, കൈയുടെയോ കാലിൻ്റെയോ പെട്ടെന്ന് തുടങ്ങുന്ന ഒരു ബലഹീനത, സംസാരത്തിൻ്റെ കുഴച്ചിൽ, അല്ലെങ്കിൽ നമ്മളുടെ താടി ഒരു വശത്തേക്ക് കോടിപ്പോവുക, പെട്ടെന്ന് ബോധക്ഷയം വരിക, തല കറങ്ങുന്ന പോലെ തോന്നുക, പൊട്ടിപ്പോകുന്ന പോലത്തെ തലവേദന വരിക, ഫിറ്റ്സ്, ഇതെല്ലാം രോഗലക്ഷണങ്ങളാണ് പക്ഷാഘാതത്തെ അഥവാ സ്ട്രോക്കിൻ്റെ. സ്ട്രോക്ക് എന്ന് പറയുന്ന സ്ട്രോക്കിൻ്റെ ആദ്യത്തെ 5 ദിവസം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് പേഷ്യൻറ്റിന് ചിലപ്പോൾ റീസ്ട്രോക്ക് അടിക്കാം, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ അകത്ത് നീര് കെട്ടി ബ്രെയിൻ എഡീമ വന്ന് പേഷ്യൻ്റ് മരണപ്പെടുക വരെ ചെയ്യാം. അതിനാൽ ആദ്യത്തെ 5 ദിവസത്തേക്ക് ഒരു ICU കെയറിൻ്റെ ആവശ്യം ഉണ്ട് എല്ലാ പേഷ്യൻസിനും, സ്ട്രോക്ക് വന്ന എല്ലാ പേഷ്യൻസിനും. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ മുതിർന്നവർക്ക് ആർക്കെങ്കിലും ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ഒരു ആശുപത്രിയിൽ ചേർക്കണം. ഒരു 20 മിനിറ്റിനകം, അതാണ് ശരിക്കും ഗോൾഡൻ അവർ ഓഫ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് 1 അവറാണ്. അപ്പോൾ വിത്തിൻ 20 മിനിറ്റ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിനെ എത്തിക്കാൻ പറ്റിയ, ഒരു രോഗിയെ എത്തിക്കാൻ പറ്റിയ നമുക്ക് ആ രോഗിക്ക് വേണ്ട ഒരു പ്രത്യേക ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഒരു ത്രോംബോലൈറ്റിക് ഇഞ്ചക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ മരണപ്പെട്ട കോശങ്ങളെ ചിലപ്പോൾ നമുക്ക് പുനർജീവിപ്പിക്കാൻ പറ്റും അപ്പം തന്നെ. പക്ഷേ പല കേസിലും ഈ ആദ്യത്തെ 20 മിനിറ്റിനകം പലപ്പോഴും രോഗിക്ക് എത്തിച്ചേരാൻ പറ്റാറില്ല. അപ്പോൾ അപ് ടു 3 അവേഴ്സ് വരെ ഒരു രോഗി എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇഞ്ചക്ഷൻ ഇപ്പോൾ കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ സർജറിക്കൽ കറക്ഷൻ വരെ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് ഈ നിലച്ചു പോയ രക്തയോട്ടത്തിനെ തിരിച്ച് വീണ്ടെടുക്കാൻ വേണ്ടി. 3 മണിക്കൂറിന് ശേഷം എത്തുന്ന പല രോഗികൾക്കും ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ആയിരിക്കും കൂടുതൽ അതിൻ്റെ എഫക്ട്സിനേക്കാൾ. പിന്നെ ഈ ഒരു രോഗിക്ക് ഇത് ICU കെയർ കഴിയുന്ന പീരീഡിലാണ് അടുത്ത ഘട്ടം ചികിത്സ തുടങ്ങുന്നത്. അപ്പോൾ ഈ ICU കെയർ കഴിഞ്ഞ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ ആ രോഗിക്ക് വേറെ എന്തൊക്കെയാണ് പിന്നീട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ അവയവങ്ങൾക്കാണ് അവരുടെ ശേഷി നഷ്ടപ്പെട്ടതെന്ന്. ഇപ്പോൾ ചില വ്യക്തികൾക്ക് പ്രത്യേകം ബലക്കുറവൊന്നും ചിലപ്പോൾ കാണാറില്ല. അവർക്ക് സംസാരത്തിന് മാത്രമേ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഇറക്കാൻ മാത്രമേ ബുദ്ധിമുട്ട് കാണുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഓർമ്മക്കുറവ്, തിരിച്ചറിവില്ലായ്മ, അതൊക്കെയായിരിക്കും അവരുടെ സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ. അതിരിക്കട്ടെ, വേറെ ചില വ്യക്തികൾക്ക് ഒരു കൈയുടെയോ കാലിൻ്റെയോ, ചിലപ്പോൾ ഒരു കൈ മാത്രമായിട്ട് തളർന്നു പോകും, ചിലപ്പോൾ ഒരു കൈയും കാലും ഒരു വശം മുഴുവനായിട്ട് തളർച്ച ഉണ്ടാവും, ചിലപ്പോൾ 2 കൈയിനും 2 കാലിനും ബലഹീനത ഉണ്ടാവും. ചില കേസിൽ അവർക്ക് നടക്കാൻ പറ്റുന്നില്ല, ബാലൻസ് തെറ്റുന്നതിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും കൂടുതൽ.
പിന്നെ ചില വ്യക്തികൾക്ക് ഇതിനോടൊപ്പം തന്നെ അവരുടെ യൂറിൻ്റെ അല്ലെങ്കിൽ മോഷൻ്റെ കൺട്രോളും നഷ്ടപ്പെടും, അവർക്ക് സെക്ഷുവൽ ഡിസോർഡേഴ്സും ഉണ്ടാവും. അങ്ങനെ അനേകം പ്രശ്നങ്ങൾ സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ പേഷ്യൻസ് നേരിടേണ്ടി വരാറുണ്ട്. പിന്നെ ഇതിനോടൊപ്പം പലപ്പോഴും ഈ സ്ട്രോക്ക് വരുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള സ്റ്റേജിലുള്ള ഇൻഡിവിജ്വൽസിനായിരിക്കും. ഒരു 40 തൊട്ട് 60 വയസ്സ് വരെ ഇപ്പോഴും ജോലിക്ക് പോയിരുന്നതും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തിരുന്നവർക്ക് സ്ട്രോക്ക് വരാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയിൽ അവർക്ക് വരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, ഡിപ്രഷൻ, ഫറ്റീഗ്, സ്ട്രെസ്സ് എന്ന് തുടങ്ങിയവയെ കൂടെ നമ്മൾ ചികിത്സിക്കണം ഒരു സ്ട്രോക്ക് വന്ന വ്യക്തിയിൽ. ഇതിൻ്റെയും കൂടെ ഉള്ള പുനരധിവാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, പക്ഷാഘാതം സംഭവിക്കുമ്പോൾ തലച്ചോറിലെ കുറച്ച് കോശങ്ങൾ നശിക്കപ്പെടുന്നു എന്നുള്ളത്. അതിനെ പുനർജനിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും മാർഗങ്ങളുണ്ടോ? ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ രക്തയോട്ടം നിലച്ചു പോയി തലച്ചോറിലെ കുറേ കോശങ്ങൾ നശിച്ച് പോകുമ്പോഴാണ് സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ ഈ നശിച്ചു പോയ കോശങ്ങളുടെ ചുറ്റിനും ഉള്ള ഏരിയയിൽ അല്ലെങ്കിൽ കുറേ സെൽസിന് ചുറ്റിനുമുള്ള ഈ ഡെത്തായ സെൽസിന് ചുറ്റിനുമുള്ള സെൽസ് അല്ലെങ്കിൽ ഇസ്കീമിക് പെനംബ്ര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ന്യൂറോൺസ് ഒരു ഫ്രീസായിട്ട് അല്ലെങ്കിൽ അവർ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇവരെ ഉണർത്തിയ നമ്മളുടെ ഈ വന്നിരിക്കുന്ന വൈകല്യം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനിപ്പോൾ വളരെ ആധുനികമായിട്ടുള്ള ചില ചികിത്സാ രീതികൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി അഥവാ HBOT. ഇതൊരു 100% ഓക്സിജൻ ട്രീറ്റ്മെൻറ്റാണ്. അതൊരു പ്രത്യേക ഒരു ചേംബറിൽ നമ്മൾ ആ രോഗിയെ ഇരുത്തിയിട്ട് ആ ചേംബറിൽ 100% പ്രഷറൈസ്ഡ് ഓക്സിജൻ കൊടുക്കും. ഇത് ശ്വസിക്കുന്നതിനെ തുടർന്ന് ഈ സ്റ്റണ്ടായിട്ട് അല്ലെങ്കിൽ ഫ്രോസണായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഉറങ്ങിക്കിടക്കുന്ന സെൽസിനെ നമുക്ക് വീണ്ടും ഉത്തേജിപ്പിക്കാൻ പറ്റും, അവരെ വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ തുടർന്ന് പേഷ്യൻറ്റിന് കുറച്ചും കൂടെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് സ്ട്രോക്കിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ഒരു കൈൻ്റെയും കാലിൻ്റെയും ട്രീറ്റ്മെൻറ്റ് മാത്രം ഈ പുറമേ നിന്നുള്ള ചികിത്സ കൊടുക്കുന്നതിന് ഉപരിയായിട്ട് ഇതും കൂടെ ചേർത്ത് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതല്ലാതെ ഡയറക്റ്റ് സ്റ്റിമുലേഷൻ, അത് മാഗ്നറ്റിക് സ്റ്റിമുലേഷനുണ്ട്, ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷനുണ്ട്. ഡയറക്റ്റ് ബ്രെയിൻ സ്റ്റിമുലേഷനും കൂടെ ചെയ്ത ഈ ബ്രെയിൻ വേവ്സ് വഴി നമുക്ക് ഈ സെൽസിൻ്റെ പ്രവർത്തനം വീണ്ടെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ ഒരു ആദ്യത്തെ 6 മാസത്തിനകം ഈ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലേ നല്ലൊരു റിസൾട്ട്സ് കാണാറുള്ളൂ. 6 മാസത്തിന് ശേഷം ഈ സെൽസ് ഈ സ്റ്റണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള സെൽസ് പതുക്കെ ഡെത്ത് ആവാൻ തുടങ്ങും. അപ്പോൾ അവർ ഡെഡ് സെൽസിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അവരെ പുനർജീവിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ വിതിൻ 6 മന്ത്സ് നമുക്ക് ഹൈപ്പർബാറിക് ഓക്സിജൻ ട്രീറ്റ്മെൻറ്റ്, ഡയറക്റ്റ് മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ, ഡയറക്റ്റ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ എന്നീ തുടങ്ങിയ ആധുനിക ടെക്നോളജി വഴി നമുക്ക് ഈ ഡെത്തായ അല്ലെങ്കിൽ സ്റ്റണ്ടായിട്ടുള്ള സെൽസിൻ്റെ ചുറ്റിനും നിൽക്കുന്ന സ്റ്റണ്ടായിട്ടുള്ള സെൽസിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷാഘാതത്തെക്കുറിച്ച് ഇത്രയും നേരം നമ്മളോട് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി മാഡമാണ് സംസാരിച്ചത്. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടമായ പുനരധിവാസ ചികിത്സയെക്കുറിച്ച് സംസാരിക്കാനായി കൊച്ചി കുമാർ സെൻറ്റർ ഫോർ ന്യൂറോ കെയറിലെ ഫിസിക്കൽ മെഡിസിൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ ശശികുമാറാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമസ്കാരം ഡോക്ടർ. പക്ഷാഘാത ചികിത്സയുടെ ആദ്യഘട്ടം അഥവാ അക്യൂട്ട് കെയർ, അതിനെക്കുറിച്ച് ന്യൂറോളജി ഡോക്ടർ ശ്രുതി സംസാരിച്ചു കഴിഞ്ഞു. ഈ ഒരു ഘട്ടം കഴിഞ്ഞ് ഇതിനെ നമുക്ക് പല സ്റ്റേജുകളായിട്ട് തിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ 3 മാസമാണ്. അപ്പോൾ ഈ 3 മാസം നമ്മൾ ഇൻറ്റൻസീവായിട്ട് ഈ രോഗിക്ക് നമുക്ക് ചെയ്യാവുന്ന എല്ലാ ചികിത്സകളും ചെയ്യുക. പിന്നെ 3 മുതൽ 6 മാസം വരെയാണ് നമുക്കൊരു യൂസ്ഫുള്ളായിട്ടുള്ള റിക്കവറി കിട്ടുക. അതിനുശേഷം ഒരു 9 മാസത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന റിക്കവറി വളരെ പുവറായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമുക്ക് ഒരു നല്ല എല്ലാവിധ സൗകര്യങ്ങളുമുള്ള, അതായത് ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, പിന്നെ ന്യൂറോളജി ഡോക്ടർ പറഞ്ഞ പോലെ ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി, ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ തെറാപ്പി, ഡയറക്റ്റ് കറൻറ്റ് സ്റ്റിമുലേഷൻ തെറാപ്പി തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ, പ്രത്യേകിച്ചും ഒരു റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ അഥവാ ഫിസിയാട്രിസ്റ്റിൻ്റെയോ അതിൻ്റെ കൂടെ ഒരു ന്യൂറോളജി ഡോക്ടറും കൂടി ഉണ്ട് എന്ന് വരികിൽ ആ ഒരു സെൻറ്ററിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ രോഗിക്ക് വളരെയധികം ബെനിഫിറ്റ്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സെൻറ്ററിൽ അഡ്മിഷൻ സാധിക്കുകയാണെങ്കിൽ ഈ പേഷ്യൻറ്റിന് കിട്ടാവുന്ന പരമാവധി റിക്കവറി നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് പല ഭാഗങ്ങളായിട്ട് തിരിച്ചു വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് അപ്പർ ലിംബ്. അപ്പോൾ ഇത് ചില പേഷ്യൻസിന് ഒട്ടും ഒരു ശകലം പോലും റിക്കവറി ഉണ്ടായില്ല എന്ന് വരാം.
ചില പേഷ്യൻസിന് ഷോൾഡറിന് മൂവ്മെൻ്റ് ഉണ്ട്, പക്ഷേ താഴോട്ട് മൂവ്മെൻ്റ് ഇല്ല. ചില പേഷ്യൻസിന് എൽബോയ്ക്കുണ്ട്. ചില പേഷ്യൻസിന് ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, പക്ഷേ റിലീസ് അഥവാ നമുക്ക് തുറക്കാൻ, നമ്മുടെ ഫിംഗേഴ്സ് തുറക്കാൻ സാധിക്കാതെ വരാം. ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഒരു കൈ നഷ്ടപ്പെടുക അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ പേഷ്യൻറ്റ് പ്രത്യേകിച്ച് വലത്തെ കൈയാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെങ്കിൽ, ആ ചലനശേഷി നഷ്ടപ്പെടുന്ന രോഗികൾക്ക് ഇടതുവശത്തെ ബ്രെയിൻ, നമ്മളുടെ ഇടതുവശത്തെ ബ്രെയിനാണ് എപ്പോഴും ഡോമിനൻ്റ് അഥവാ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ ഇടതുവശത്തെ ബ്രെയിൻ. അപ്പോൾ ഇടതുവശത്തെ ബ്രെയിനിൽ ഒരു പക്ഷാഘാതം വരുമ്പോൾ ഈ പേഷ്യൻറ്റിന് എഫേസിയ അഥവാ സംസാരശേഷി നഷ്ടപ്പെടാം. അപ്പോൾ ഈ സംസാരശേഷി എന്ന് പറയുമ്പം അത് ഒന്നുമില്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, അതിന് കോംപ്രിഹെൻഷൻ പ്രോബ്ലം എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ പറയാനുള്ളത്. ചിലപ്പം ഗ്ലോബൽ അഫേസിയ ആയിരിക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് ഈ ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി, ട്രാൻസ്ക്രീനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ തെറാപ്പിയൊക്കെ വളരെയധികം പ്രയോജനം കിട്ടുന്നത്. അപ്പോൾ ഇനി അങ്ങനെയുള്ള പേഷ്യൻസിന് പലർക്കും ചിലർക്ക് സോളോയിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവാം. അപ്പോൾ ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പീച്ച് തെറാപ്പി വേണം, അതിന് എക്സ്പേർട്ടായിട്ടുള്ള ആൾ വേണം, അതൊരു ന്യൂറോളജിസ്റ്റിൻ്റെയോ ഫിസിയാട്രിസ്റ്റിൻ്റെയോ കീഴിലായിരിക്കണം. ചില ആൾക്കാർക്ക് സോളോയിങ് ഡിഫിക്കൽറ്റി മാത്രം വരും. നമ്മുടെ തലച്ചോറിലെ പോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൈറ്റൽ ഏരിയാസ്, അതായത് നമ്മുടെ സോളോയിങ് കൺട്രോൾ ചെയ്യുന്ന ഞരമ്പുകളുള്ള ഏരിയയിൽ പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് വരുമ്പം ഇവർക്ക് ഇറക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് സോളോയിങ് തെറാപ്പി ചെയ്യണം. അതിന് പ്രത്യേക ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻസ് ഉണ്ട്, ട്രെയിനിങ് വേണം. ഇതുകൂടാതെ ചില പേഷ്യൻസിന് നിർഭാഗ്യവശാൽ പെഗോ അല്ലെങ്കിൽ റൈൽസ് ട്യൂബോ ഇടേണ്ടി വരും. ഇനി നമ്മൾ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻസിന് ഫേഷ്യൽ പാൾസി ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്, ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊടുക്കണം. പിന്നെ ഈ പേഷ്യൻസിന് ഷോൾഡറിന് പ്രോബ്ലം ഉണ്ടാവും. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നമുക്ക് പല രീതിയിലുള്ള ഹാൻഡ് ഫങ്ഷൻസിന് അഫെക്ഷൻ വരാം. ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഏത് ഭാഗമാണോ വർക്ക് ചെയ്യാത്തത്, ഉദാഹരണത്തിന് നമ്മുടെ ഷോൾഡറാണ് വർക്ക് ചെയ്യാത്തതെങ്കിൽ ആ ബാക്കിയുള്ള പോർഷൻസിൽ നമുക്ക് ആക്റ്റീവായിട്ടുള്ള എക്സർസൈസസ് കൊടുക്കാം. കുറച്ച് പവറുള്ള ആൾക്കാർക്ക് കൺസ്ട്രെയിൻഡ് ഇൻഡ്യൂസ്ഡ് മൂവ്മെൻറ്റ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ആദ്യത്തെ ഘട്ടത്തിൽ ഒട്ടും ഇല്ലാത്ത ആൾക്കാർക്ക് മിറർ തെറാപ്പി കൊടുക്കാം. പക്ഷേ ഇത് കൂടാതെയാണ് നമ്മൾ ഈ പേഷ്യൻറ്റിന് പിഞ്ച് ഗ്രിപ്പ്, ഗ്രാസ്പ് തുടങ്ങി നമ്മുടെ കൈയുടെ ചെറിയ ചെറിയ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒക്കുപേഷണൽ തെറാപ്പി എന്നാണ് അതിന് പറയുക. ഒക്കുപേഷണൽ തെറാപ്പി കഴിഞ്ഞ ഒരു ദശകത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ച ഒരു ഏരിയയാണ്. കാരണം പണ്ട് നമുക്ക് കുറേ ഗോതമ്പ് മണികളും അരിയും ഒക്കെ പെറുക്കിയിട്ടിട്ട് കല്ലും ഒക്കെ പെറുക്കിയിട്ടിട്ട് പേഷ്യൻറ്റിനോട് ഇത് എടുത്ത് മാറ്റ് വേർതിരിക്കുക എന്ന് പറയും. അതുപോലെ പല ഷേപ്പുകൾ, കോൺസ്, സ്ക്വയർ, റെക്റ്റാങ്കുലർ, അപ്പോൾ ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി അതിൻ്റെ സ്ലോട്ടിൽ വെക്കുക എന്ന് പറയും. അപ്പോൾ ആ ഒരു രീതി ഇപ്പം മാറിയിട്ട് ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ എടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാഗ്നറ്റിക് തെറാപ്പി ഉണ്ട്. അതേപോലെ ഹാൻഡ് ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് റേഡിയോ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. ഇൻഫ്രാറെഡ് ലൈറ്റിൻ്റെ അടിയിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാമറ അത് സെൻസ് ചെയ്ത് നമുക്ക് ഗെയിമായിട്ട് കളിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ, കാരണം പലപ്പോഴും സ്ട്രോക്ക് വരുമ്പോൾ പേഷ്യൻസിന് കോഗ്നിറ്റീവ് ഫങ്ഷൻസിൻ്റെ ഇമ്പയർമെൻറ്റ് വരും. അത് കാൽക്കുലേഷനുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം, മനസ്സിലാക്കുന്നതിനുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ അതും നമ്മുടെ ഹാൻഡ് ഫങ്ഷൻസും അല്ലെങ്കിൽ ലെഗ് ഫങ്ഷൻസും അല്ലെങ്കിൽ നമ്മുടെ ബാലൻസും ഒരുമിച്ച് നമുക്ക് ഗെയിമിൽ കൂടെ, അത് ചിലപ്പോൾ കാർ ഗെയിം ആവാം, അല്ലെങ്കിൽ ലിഫ്റ്റിൽ പോകുന്ന ഒരു ഗെയിം ആവാം, അല്ലെങ്കിൽ ഒരു ഫയർ എസ്കേപ്പ് ഗെയിം ആവാം. ഇങ്ങനെ ഒരു മോഡേൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒക്കുപേഷണൽ തെറാപ്പിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡ് ഫങ്ഷൻസ് ഓരോ ഇതിനും ഏതാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുക. അത് പറഞ്ഞ പോലെ തന്നെ ചില രോഗികൾക്ക് തോളിന് വേദന വരും.
അവർക്കൊരു ഷോൾഡർ ഹാൻഡ് സിൻഡ്രോം എന്ന് പറഞ്ഞ് നമ്മുടെ കൈക്ക് നീര് വെച്ച് തോളിന് നീര് വെച്ച് കൈ അനക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അവർക്ക് പവർ ഉണ്ടെങ്കിൽ പോലും അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരും. ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ പ്രത്യേക രീതിയിലുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതേപോലെ ഈ ഷോൾഡർ ഇറങ്ങിപ്പോവുക, അപ്പോൾ ആ ലിഗമെൻറ്റിനെ ശക്തിപ്പെടുത്താനായിട്ട് ലിഗമെൻറ്റ് റീജനറേറ്റീവ് ഇഞ്ചെക്ഷൻ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ചില പേഷ്യൻസിന് ഭയങ്കര സ്പാസം അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെ സ്പാസം അനുഭവപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിന് കൈ തുറക്കാൻ പറ്റില്ല, അതുപോലെ കൈ നിവർത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന പേഷ്യൻസിന് നമുക്ക് 2 തരത്തിലുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഒന്ന് ഫീനോൾ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഫീനോൾ ഇഞ്ചെക്ഷൻസ് വളരെ ചിലവ് കുറഞ്ഞ സ്പെഷ്യൽ ഇഞ്ചെക്ഷൻസാണ്. പക്ഷേ അതിന് വളരെയധികം എക്സ്പെർട്ടൈസ് വേണം അത് ചെയ്യാനായിട്ട്. പിന്നെ ഉള്ളത് ബോട്ടോക്സ് ഇഞ്ചെക്ഷൻസ് എന്ന് പറഞ്ഞ് ബോട്ടുലിനം ടോക്സിൻ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ബോട്ടുലിനം ടോക്സിൻ ഇഞ്ചെക്ഷൻസ് എക്സ്പെൻസീവാണ്, പക്ഷേ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അത് പേഷ്യൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയും എബിലിറ്റിയും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഫീനോൾ ബ്ലോക്ക് കൊടുക്കണോ അതോ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ഈ പേഷ്യൻസിന് ബാലൻസ് കുറഞ്ഞിട്ട് ട്രങ്കൽ ബാലൻസ് ഇല്ലാതെ വരിക. അപ്പോൾ ട്രങ്കൽ ബാലൻസ് ഇല്ലാത്ത വരുന്ന പേഷ്യൻസിന് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി എക്സർസൈസസ് ചെയ്ത് ട്രങ്കൽ ബാലൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. ഇത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ലോവർ ലിംബിലെ പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ കാലിലെ പ്രശ്നങ്ങൾ. 78% രോഗികളും സ്ട്രോക്കിൽ നിന്ന് റിക്കവർ ചെയ്താൽ അവർ നടക്കപ്പെടും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷേ അപ്പർ ലിംബിൻ്റെ ഫങ്ഷൻ അത്രയും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഈ പലർക്കും 78% നമ്മുടെ നാട്ടിൽ കിട്ടാതെ പോകുന്നത് കൃത്യസമയത്ത് പക്ഷാഘാതത്തിന് ഉള്ള പുനരധിവാസ ചികിത്സ കൃത്യമായിട്ട് വേണ്ട രീതിയിൽ ഒരു ന്യൂറോളജിസ്റ്റിൻ്റെയോ ഫിസിയാട്രിസ്റ്റിൻ്റെയോ കീഴിൽ ചെയ്യാത്തത് കൊണ്ടാണ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഇതിൻ്റെ പവർ ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്സാണ്. അപ്പോൾ നമ്മുടെ തൈ പോർഷനിൽ നമുക്ക് പവർ കുറവാണ് എന്ന് വരികിൽ ഇതിന് പ്രത്യേക രീതിയിലുള്ള ഒരു മാഗ്നറ്റോ തെറാപ്പി ചെയ്ത് നമുക്ക് ഇതിൻ്റെ പവർ കൂട്ടാൻ സാധിക്കും. അത് നമ്മളൊരു അനേകം പ്രാവശ്യം മുമ്പോട്ടും പുറകോട്ടും കാൽ എക്സർസൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഫുഡ് ഡ്രോപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതൊരു നല്ലൊരു ശതമാനം ആൾക്കാരിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ഫുഡ് ഡ്രോപ്പ്. നമുക്ക് കാല് ഉയർത്താനായിട്ടുള്ള ബുദ്ധിമുട്ട്. നടക്കാൻ സാധിക്കും, പക്ഷേ കാലിൻ്റെ പത്തി ഉയരില്ല. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് ഇലക്ട്രിക്കൽ സംവിധാനം ഉപയോഗിച്ച് കാലിൻ്റെ ഹീല് ടച്ച് ചെയ്യുന്ന സമയത്ത് മാത്രം സ്റ്റിമുലേഷൻ കൊടുത്ത് നമുക്ക് ഈ കാല് ഉയർത്തി നമുക്ക് നടത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ആങ്കിൾ ഫുട്ട് ഓർത്തോസിസ് എന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഷൂസിനകത്ത് വെക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കിട്ടും. അപ്പോൾ ഈ പേഷ്യൻസിന് കൃത്യമായിട്ട് നമുക്ക് നടത്താനും പ്രത്യേകിച്ച് നമ്മളൊരു സ്ട്രോക്കിൻ്റെ അക്യൂട്ട് ഫേസ് കഴിഞ്ഞ് വരുന്ന ഒരു പേഷ്യൻ്റ് ആണെന്ന് വരികിൽ അങ്ങനത്തെ പേഷ്യൻസിന് പിടിച്ച് നിർത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ പേഷ്യൻസിന് നമുക്കൊരു പക്ഷേ 3-4 ഫിസിയോതെറാപ്പിസ്റ്റുകളോ അല്ലെങ്കിൽ സഹായികളോ ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് നിർത്തി ഒന്ന് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് ഞങ്ങളൊരു പ്രത്യേക സംവിധാനം ഞങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു റെയിൽ സിസ്റ്റമാണ്. നമ്മളൊരു റെയിലിനകത്ത് നമ്മൾ ഹാങ് ചെയ്ത് നടക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റം വഴി പലപ്പോഴും ആംബുലൻസിൽ വരുന്ന പേഷ്യൻസിനെ നമുക്ക് എഴുന്നേൽപ്പിച്ച് നിർത്തി കാലിൽ 2 കാലിലും നമ്മൾ പോസ്റ്റീരിയർ നീ സപ്പോർട്ട് എന്ന് പറയുന്ന സപ്പോർട്ട് കൊടുത്ത് ഇവരെ നടത്തി ഇവരൊരു 1-2 ആഴ്ചയൊക്കെ നടന്നു കഴിയുമ്പോൾ ഇവർ തന്നെ നടക്കാറാവും. ഇത് കൂടാതെ ഞങ്ങളൊരു പുതിയ സംവിധാനം കൂടി കൊണ്ടുവരുന്നുണ്ട്. അതാണ് റോബോട്ടിക് ഗെയ്റ്റ് ട്രെയിനർ എന്ന് പറയുന്നത്. റോബോട്ടിക് ഗെയ്റ്റ് ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഇതൊരു റോബോട്ടാണ്. അപ്പോൾ ആ റോബോട്ടിൻ്റെ മെഷീനകത്ത് നമ്മുടെ കാലുകൾ വെക്കും കൃത്യമായിട്ട്. എന്നിട്ട് അത് അരയിൽ കെട്ടി ഇത് ഒന്നിൻ്റെ വെയിറ്റ് നമ്മൾ റിലീസ് ചെയ്യും. അത് റോബോട്ട് നടക്കും. അപ്പോൾ അത് റോബോട്ട് ഒരു ട്രെഡ്മില്ലിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ റോബോട്ടിനൊപ്പം ഈ പേഷ്യൻറ്റിനെ നടത്തുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ എൻഗ്രാംസ് ഡെവലപ്പ് ചെയ്യുകയും അവർ പെട്ടെന്ന് നമുക്ക് നടക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സ്ട്രോക്ക് റീഹാബിലിറ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പേഷ്യൻസിന് മുമ്പ് ന്യൂറോളജിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവാം, അവർക്ക് മറ്റ് പ്രോബ്ലംസ് സെക്സ്വൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവാം, യൂറിനറി പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ ഇത് എല്ലാം നമുക്ക് പലപ്പോഴും ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ഡിപ്രഷന് മരുന്നുകൾ കൊടുക്കേണ്ടി വരും, യൂറിൻ കൺട്രോളിന് മരുന്ന് കൊടുക്കേണ്ടി വരാം, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കൊടുക്കേണ്ടി വരാം. അത് ഇങ്ങനെയുള്ള പേഷ്യൻസിന് ചിലപ്പോൾ പ്രഷർ വേരിയേഷൻ ഉണ്ടാവും.
അപ്പോൾ ആ പ്രഷർ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത്, കാരണം ന്യൂറോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഫിസിഷ്യനും കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്ത് ചില പേഷ്യൻസിന് നമുക്ക് ബ്ലഡ് തിന്നിങ് മരുന്നുകൾ കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മൾ പലതും മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. ഇങ്ങനെയുള്ള പേഷ്യൻസിന് സോഡിയം ലെവൽ താഴാറുണ്ട്. അപ്പോൾ ആ സോഡിയം ലെവൽ കൺട്രോൾ ചെയ്യുക. ഇപ്പം നമ്മൾ എല്ലാ തരത്തിലുള്ള പുനരധിവാസവും കൂടി ചേർന്നാൽ മാത്രമേ അതൊരു കോംപ്രിഹെൻസീവായിട്ടുള്ളതും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്, ഒരു ന്യൂറോളജിസ്റ്റിൻ്റെയും ഒരു ഫിസിക്കൽ മെഡിസിൻ ഡോക്ടറുടെയും കീഴിൽ നേരിട്ടുള്ള സൂപ്പർവിഷൻ നടത്തുന്ന ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്തുകൊണ്ടും ഒരു രോഗിക്ക് അഭികാമ്യമായിരിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഇതിനകത്ത് ഒരു സോഷ്യൽ പ്രോബ്ലമുണ്ട്. എന്താണ് സോഷ്യൽ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ന്യൂറോളജി ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഇവരൊക്കെ ഇവരുടെ പ്രൈം ലൈഫിലാണ് ഇങ്ങനെയൊരു സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, സോഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണം, ഒരു സോഷ്യൽ വർക്കറുടെ ഹെൽപ്പ് വേണം. ഇനി ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും കംപ്ലീറ്റ് റിക്കവറി ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് ഒരു ഫാമിലി സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഇന്ന് അവൈലബിൾ ആണ്, വാട്സാപ്പ് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഫാമിലിയെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഫാമിലി എഡ്യൂക്കേറ്റ് ചെയ്യുക, ഫാമിലിക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അവർക്ക് വേണ്ട ലീഫ്ലെറ്റ്സ് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു പക്ഷാഘാത രോഗിക്ക് ഒരു ശരിയായ പുനരധിവാസ ചികിത്സ കിട്ടുക. ഇതാണ് അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷാഘാതത്തെക്കുറിച്ചും അതിനുശേഷമുള്ള പുനരധിവാസ ചികിത്സയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നന്ദി ഡോക്ടർ. മറ്റൊരു വിഷയവുമായി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.